കർത്താവേ കാത്തോളേ. എന്താടാ മനുഷ്യനെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല? ഒരു സഹായം ചെയ്യാൻ വേണ്ടി വന്നാണ് ഞാൻ. എന്ത് സഹായം? നീ സൂക്ഷിച്ചു നടന്നോളാം. നിന്നെ എസ് ഐ മാത്യു സാർ പൊക്കാൻ സാധ്യതയുണ്ട്. എന്നെ എന്തിനാ എസ് ഐ മാത്യു സാർ പൊക്കണം? അതൊരു വലിയ സംഭവമാണ്. അതായത് കഴിഞ്ഞ ദിവസം സന്ധ്യ ആയപ്പോ ഞാൻ ഈ പുള്ളിയുടെ വീടിന്റെ വാതിക്കൽ കൂടി പോകുമായിരുന്നു. പെട്ടെന്ന് മുകളിൽ ബെഡ്റൂമിൽ ഒരു ലൈറ്റ്. ആരാ? എസ് ഐ സാറിന്റെ മോള്. ഞാനെന്ത് ചെയ്യുന്നറിയാം? പെട്ടെന്ന് ഞാൻ മതിലങ്ങ് ചാടി. മതിൽ ചാടിട്ട് ആ മൂവാണ്ടമാവ് കൂടി പെടച്ച് അങ്ങ് മുകളിലേക്ക്. അപ്പൊ അവൾ എന്ത് ചെയ്യാൻ പോവാ? എന്തെടുക്കാൻ പോവാ? കുളിക്കാൻ പോണു. ഞാൻ എന്നിട്ടുണ്ടല്ല ഈ ബാത്റൂമിന്റെ വെന്റിലേറ്ററിൽ കൂടി തല ഇങ്ങനെ ഇട്ടങ്ങ് നോക്കിയപ്പോ പെട്ടെന്ന് പുറകിന്ന് ആരാന്നൊരു വിളി. ഞാൻ പറഞ്ഞു തൊമ്മനാണേന്ന് പറഞ്ഞു നിന്റെ പേരും പറഞ്ഞു ഒറ്റ ഓട്ടം ഓടി. എടാ മഹാഭാവി, നീ അല്ലെങ്കിൽ എന്നെ നാട്ടിച്ചിട്ട് അടങ്ങുള്ളൂ. നിന്റെ മേലെ നീ കൂട്ടി നടന്നു പോലും. ഒരാൾക്കൊരു സഹായം ചെയ്യാൻ പറ്റില്ല. എന്റെ പുറകെ വരുന്നത് ഞാൻ എല്ലാ പരിപാടിയും നിർത്തിയിരിക്കാൻ പറഞ്ഞേക്കാൻ. ഞാൻ എല്ലാ പരിപാടിയും നിർത്തിന്നാ? നീ 2 ദിവസമായിട്ട് എവിടെ ഇരുന്നു? എടാ ഞാൻ മോഷണോ പിടിച്ചുപറിയൊക്കെ നിർത്തി. ഞാൻ ഇന്നലെ രാത്രി പോയി പള്ളിയിൽ അച്ഛനെ കണ്ടു, കുമ്പസാരിച്ചു. ഇനി മേലാൽ മോഷണിക്കൂല പിടിച്ചുപറിക്കൂല എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ദൈവത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ പോയി. അതൊക്കെ പോട്ടെ, കക്ഷത്തിൽ എന്തായിരിക്കണം? കക്ഷത്തി ബൈബിള്. ബൈബിൾ ആ കൊള്ളാലോ. ഇതെവിടെ നിന്ന് കിട്ടി? ഇന്നലെ കുമ്പസാരിച്ചോണ്ടിരിക്കുമ്പോ പള്ളിയിലെ അടിച്ചു മാറ്റി. അപ്പൊ നീ ഒരുപാട് നന്നാവും കേട്ടാ. പിന്നെ നീ പറഞ്ഞത് ശരിയാടാ. നമ്മൾ ഈ കൊലപാതകവും പിടിച്ചുപറിയായിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ ഇപ്പൊ മന്ത്രിമാരും പോലീസുകാരും ചെയ്യുമല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇനി നമ്മൾ ഇതൊക്കെ നിർത്തിയിട്ട് നല്ല അന്തസ്സായിട്ട് പണിയെടുത്ത് തിന്നണം. അന്തസ്സായിട്ട് പണി വെച്ചിരിക്കല്ലേ? പണി ഉണ്ടാ നീ വാന്ന് ഞാനല്ലേ പറയണ. എന്റെ ആശാനെ രാവിലെ മുതൽ ഇതും കൊണ്ട് കുത്തിരിക്കണം, അല്ലാതെ ഒറ്റ മനുഷ്യൻ വന്ന് മീൻ മേടിക്കണില്ല. എടാ പൂക്കളായിട്ട പോലെ മീൻ നിരത്തി വെച്ച കച്ചവടം നടക്കുന്നില്ല. വിളിച്ചു പറ. അവര് നമ്മളെ പിള്ളേർ ശരിക്കും കൂണുണ്ടല്ലോ. ഇതെന്താ കേസ്? എന്താ കേസ്? ഞാൻ പറഞ്ഞില്ലേ ഈ മീൻ ഇങ്ങനെ വെച്ചോണ്ടിട്ട് കാര്യമില്ല, ഒരു ബോർഡ് എഴുതി വെക്കണം. അതാണ് രാവിലെ ഞാൻ പറഞ്ഞ ഒരു ബോർഡ് എഴുതി വെക്കണം. എന്നാ ബോർഡ് എഴുതി വെക്കാശാനെ. എന്തായാലും ഇനി നമ്മുടെ കച്ചവടം പൊടി പൊടിക്കും. ഇത് നെയ്മീൻ. ചാളയല്ലേ? ചാളക്ക് എന്താണോ നെയ്യില്ലേ? ചാളക്ക് നെയ്യുണ്ട്, പക്ഷെ ഇത് നെയ്മീനല്ലേ. വേണമെങ്കിൽ മേടിക്കണോ? അല്ല പിന്നെ നമ്മളോട് കളി. ഇവിടെ മീൻ വിൽക്കപ്പെടും. ഇവിടെ മീൻ വിൽക്കപ്പെടും. അപ്പുറത്തല്ല. പിന്നെ ഇതെന്തിനാ ഇവിടെ നിന്ന് വെച്ചേക്കണത്? ഇവിടെ വേണ്ട. ഇവിടെ മീനിന്റെ ആവശ്യമൊന്നുമില്ല. മീൻ വിൽക്കപ്പെടുന്നതിന്റെ ആവശ്യമൊന്നും ഇവിടെ വേണ്ടല്ലേ. ഇവിടെ വെട്ടിക്കള. ഇവിടെ വേണ്ട. ഇനി ഇവിടെ എന്ന് പറഞ്ഞ് ബഹളം വെക്കണം. ഇവിടെ കളഞ്ഞു. ഇപ്പൊ എന്ത് വൃത്തിയുണ്ട്? ഇനി ഓക്കെ ആണല്ലോ. ചാളേ. ഹലോ, ചാള ഉണ്ടോ? ചാള ഉണ്ടാന്നറിയാൻ പാടില്ല. ചായ കുടിച്ചിട്ടുണ്ടാവും. അല്ല ഞങ്ങള് രാവിലെ പിടിച്ചാണ് ചിലപ്പോ ചായ കുടിച്ചാണ്. കലയാക്കണേ. അയിലുണ്ട, മണങ്ങ്, പിന്നെ മണങ്ങുണ്ട്, മുള്ളൻ ഉണ്ട്, കട്ടിലുണ്ട. പിന്നെ കട്ടിലുണ്ട്. അല്ല ചേട്ടൻ ഏതാ വേണ്ടത്? എനിക്കിതൊന്നും വേണ്ട. ഒരു മീൻ കച്ചവടം ഇതൊക്കെ വേണം, അത് പറയാൻ വേണ്ടിട്ടാണ്. എന്താ എഴുതി വെച്ചേക്കണത്? മീൻ വിൽക്കപ്പെടും. നിങ്ങളിവിടെ എന്ത് പരിപാടി നടത്തുന്നത്? ചക്ക മാങ്ങയൊന്നുമല്ലല്ലോ. അല്ല മീനല്ലേ വെക്കണം. പിന്നെ എന്തിനാണ് മീൻ വിൽക്കപ്പെടും എഴുതി വെക്കുന്നത്? അതിന്റെ വല്ല ആവശ്യമുണ്ടോ? മീൻ വിൽക്കപ്പെടും വേണ്ട. അതിന്റെ ആവശ്യമില്ല. അപ്പൊ മീൻ വേണ്ട. മീൻ വേണ്ട. ഞാൻ പറഞ്ഞോ മീൻ വേണ്ട. ഞാൻ പറഞ്ഞോ കഴുത വേണ്ട. ഞാൻ മാറ്റിക്കളയാം. പിന്നെ മീൻ വേണ്ട. മായിച്ചോളാം. ഹലോ, പരിപാടി പുതിയ ബിസിനസ് മീൻ കച്ചവടം. കൊള്ളാം. ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ വിൽക്കപ്പെടും? അതെ. വിൽക്കാൻ വേണ്ടി വെച്ചേക്കണല്ലേ? അതെ. പിന്നെ എന്തിനാ വിൽക്കപ്പെടും പറഞ്ഞു വെച്ചേക്കണത്? അതിന്റെ ആവശ്യമല്ല, എടുത്ത് കളഞ്ഞേക്ക്. വിൽക്കപ്പെടും വേണ്ടല്ലേ? എടാ നിന്നോട് ഞാൻ 150 പ്രാവശ്യം പറഞ്ഞാ ചുരുക്കി പറഞ്ഞാൽ വിൽക്കപ്പെടും മാറ്റണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ മാറ്റിക്കോളാം. ബോർഡ് വേണ്ട. അങ്ങ് പോട്ടെ. അല്ല പിന്നെ നീ വിളിച്ചു പറ. ഹലോ, ഇതെന്താണ് രണ്ടുപേരോട് മീനൊക്കെ നിരത്തി വെച്ചിട്ട് എന്താ പരിപാടി? മീൻ നിരത്തി വെച്ചിട്ട് ക്യാരംസ് കളിക്കുവോ? കണ്ടാൽ അറിഞ്ഞൂടെ? മീൻ കച്ചവടം ഞങ്ങളുടെ പുതിയ ബിസിനസ്. മീൻ കച്ചവടം ചെയ്യാനിരിക്കണാണ്. എന്റെ പൊന്നിയേട്ടാ, നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ എനിക്കിത് ഇപ്പൊ മനസ്സിലായത്. മീൻ കച്ചവടം ചെയ്യാനിരിക്കാന്ന്. പുതിയതായിട്ടൊരു ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോ ഇവിടെ ഒരു ബോർഡ് എഴുതി വെക്കണ്ടേ? എന്തെന്ന്? ഇവിടെ മീൻ വിൽക്കപ്പെടും, എന്നാലേ ആളുകൾ വന്ന് വാങ്ങിക്കോളൂ. ആണല്ലേ? എന്തിട്ട് മനുഷ്യരാടും. തലയാ നിന്നോട് ഞാൻ പറഞ്ഞതാണ് എന്റെ മുമ്പിൽ സംസാരിക്കില്ല. നിന്നോട് ഞാൻ സംസാരിക്കില്ല. ഇനി മേലാൽ നീ പറഞ്ഞ ബിസിനസ് ചെയ്യാം. ആണല്ല, ഇനി ബിസിനസ് ഞാൻ പറയും, നീ എന്റെ കൂടെ വാ. ഓക്കെ. വാടാ.
അയ്യോ. ഈ നടപ്പാതയിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങൾക്കായി ഇവിടെ ഒരു പുതിയ ആയുർവേദ ഓയിൽമെന്റ് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറാവ്യാധികൾ, അലച്ചിൽ, പുകച്ചിൽ, വായുവിന്റെ കോപം, ഇങ്ങനെയുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും അത്യുത്തമമാണ് കേട്ടോ ഈ മരുന്ന്. ഇതാ ഒരു ബോട്ടിൽ 10 രൂപയാണ്. ഈ മരുന്നിന്റെ പേരാണ് ഗോബ്ലച്ചാതി എണ്ണ. ഈ ഗ്ലോബലച്ചാതി എണ്ണ വെട്ടിയാൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ആദികൾ, വ്യാധികൾ, മാറാവ്യാധികൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് പുളിച്ചു തികട്ടിലുണ്ടാകുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ തൈലം എടുത്ത് ഒരു ഔൺസ് കുടിച്ചാൽ മതി കേട്ടോ. ഈ തൈലത്തിന് വെറും 10 രൂപയുള്ളൂ. ഈ തൈലത്തിന്റെ പേരാണ് ഗോബ്ലച്ചാതി എണ്ണ. ഇല്ലാട്ടാ, നുണ പറയണ്ടാ. ആ നുണ പറയണാണ്. രണ്ടുപേരും കള്ളന്മാരാണ്. സത്യം എനിക്കറിയാവുന്നതല്ലേ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഈ മരുന്ന് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, മൃഗങ്ങൾ കൂടിയുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഇഴജന്തുക്കളുടെ ശല്യമുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മളുടെ പുരക്ക് ചുറ്റിനും ഒഴിച്ചു കഴിഞ്ഞാൽ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകുകയില്ല. ഗോബ്ലച്ചാതി എണ്ണ. അതെ, ഗോബ്ലച്ചാതി എണ്ണ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വാദം, പിത്തം, കഫം, മലമൂത്രം എന്നിവയുടെ ഏത് അസുഖത്തിനും പറ്റിയ ദിവ്യ ഔഷധമാണ് തട്ടിപ്പാണ്ടാ. ആ തട്ടിപ്പാന്ന്, 2 തട്ടിപ്പാ. എനിക്കറിയാവുന്നല്ലേ ഇതുപോലെ എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുള്ളത് ഉമ്മാര്. സത്യമായിട്ടും ചെമ്പരത്തി, അരുതുമരുന്ന്, ചെറുതന്മ, തേങ്ങ വേണ്ട, മാങ്ങ, മൂങ്ങ, കായാമ്പൂ, കരിങ്ങാട്ടപ്പൂ, ചകിരി, ചിരട്ട, ചാക്കരി, നെല്ലിക്ക, തന്നിക്ക, ഗോവയ്ക്ക, വെണ്ടയ്ക്ക, ദിവ്യ ഔഷധങ്ങൾ ഉരുളിട്ട് അരച്ചു വരുന്ന ഊറ്റി ദ്രാവകമാക്കിയ ഒരു ദിവ്യ ഔഷധമാണ് ഗോബ്ലച്ചാതി. പിന്നെ എനിക്കറിയാവുന്നതല്ലേ ഇവന്മാരെ രണ്ടിനെയും കഴിഞ്ഞ ആഴ്ച കച്ചേരിപ്പടി ജംഗ്ഷനിലിട്ട് നാട്ടുകാർ ൂടുപാട് തല്ലി മെനകേടാക്കിയതല്ലേ. ആ ഈ കഴിഞ്ഞ ആഴ്ച. എന്റെ ദൈവത്തിനാണ് സത്യം. ഗോബ്ലച്ചാതി എണ്ണ. കാലിലാകുന്ന വേദന ആവശ്യമില്ലാത്ത മരുന്നുമായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഊടായിപ്പോയിട്ട് ഇറങ്ങിയൊക്കെയല്ലേ നീക്ക. ഇത് ഉടായിപ്പല്ല, തൈലമാണ്, തൈലം. ഗോബ്ലച്ചാതി എണ്ണ. നിങ്ങൾ രണ്ടിനെ കച്ചേരി പഠിക്കിട്ട് ആൾക്കാർ തല്ലി ഇടിച്ചത്. ഏത് മഹാഭാവിയാണ് ഈ വിളിച്ചു പറയുന്നത്? നമ്മളിവിടെ മരുന്ന് കച്ചവടം നടത്തിയ പാരാണ് അവിടെ ഇവിടെ നമ്മൾ കള്ളന്മാരാണ്. ഇല്ലെന്ന് എനിക്കറിയാവുന്നതല്ലേ. തട്ടിപ്പാന്ന്, വെറും തട്ടിപ്പ്. ഒരാളല്ല, 2 പേരും തട്ടിപ്പാ. എന്റെ അച്ഛനും ചേട്ടനും അല്ലേ എനിക്കറിയാവുന്ന പോലെ നിങ്ങൾക്ക് അറിയാമോ? 4 രണ്ടുപേരും. നമ്മളെ ഇതൊക്കെ വെറുതെ ഫോണിൽ പറഞ്ഞ് പൈസ കളയേണ്ട കേസില്ല കേട്ടോ. ആവശ്യമുള്ളപ്പോ വീണ്ടും വിളിക്കാം. ഓക്കെ. എടാ, വൈഫ് വെയിറ്റ് ചെയ്യുന്നു, പിന്നെ വിളിക്കാം. അയ്യോ, എന്റെ അല്ല കൂട്ടുകാരന്റെ വൈഫ്, ആരോടും പറയണ്ട. ഓക്കെ. അയ്യോ. ഞങ്ങളുണ്ടല്ലോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയാ. ഞങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇയാളുണ്ടല്ലോ ഒരു ബൈക്ക് കൊണ്ടു ഇങ്ങനെ വന്ന് ഇടിച്ചത്. ഞങ്ങൾ മുട്ടിച്ചെന്ന്. അല്ല, ഞാൻ കണ്ടു. ഈ പെങ്ങള് കറക്റ്റ് സൈഡിലാ വന്നത്, ചേട്ടനാണ് റോങ് സൈഡ് വന്നത്. ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പൊ ഈ വലിയ വണ്ടി വരുമ്പോ ചേട്ടൻ മാറ്റി കൊടുക്കണം, ചെറിയ വണ്ടി. എന്താണ് വിഷയം? എന്താ ഞാൻ ഈ ചെറിയ വണ്ടി കൂടി റോട്ടിൽ കൂടി വരികയായിരുന്നു. അപ്പൊ ഈ പെണ്ണ് പിള്ളാ ജീപ്പിൽ വന്ന് ഒരു ഇടി ഇടിച്ചു. കൈയൊക്കെ വരും. അത് കഷ്ടമാണ് കേട്ടോ. നിങ്ങൾ റോങ് സൈഡ് വന്നിട്ട് ചെറിയ വണ്ടി സൈഡാ വന്നത്. കറക്റ്റ് സൈഡാ രാജപ്പാവ. ഇയാളെ കുഴപ്പമുണ്ടാക്കിയത് ഞാൻ ചായക്കടന്ന് കണ്ടാന്ന്. നീ പെങ്ങള് കറക്റ്റ് സൈഡ്. പിന്നെ പെണ്ണുങ്ങളെ സൈഡ് പറയുന്നത് എന്നോട് പറയുന്നത്. നീ പോരാജപ്പ. നീ പോരാജപ്പ. നീ പോരാ. അയ്യോ, നമ്മളെന്തിനാണ് അവിടെ കടന്നു വെച്ചത്? നീയല്ലടാ അയാളുടെ ഭക്ഷണം പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ കേൾക്കാൻ വന്നു. എന്റെ മുട്ടുകാല് പൊട്ടി. സിനിമാറ്റിക് ഡാൻസ് ഒക്കെ കഴിഞ്ഞോ? മറ്റേ ചേച്ചി
ചേച്ചി ആ ആക്സിഡന്റ് പറ്റിയ മറ്റേ ചേട്ടൻ എവിടെ? അതെ ആ ചേട്ടനൊക്കെ ഞാനങ്ങ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം ഒക്കെ കോംപ്രമൈസ് ചെയ്തു. എന്റെ പൊന്ന് ചേട്ടന്മാരെ, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കിടന്ന് അടി കൂടാതെ സിനിമാറ്റിക് ഡാൻസ് കളിക്കാതെ അവരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കിക്കൂടെ? ഇരുന്നോളും, ഞാൻ അനിയാതും പറഞ്ഞു. ഒരു കാറ് ലോറി കൂടി ഇടിച്ച് കാറ് കാറിന്റെ കുഴപ്പമുള്ളൂ. അല്ല ലോറിക്കാരന്റെ നീ പോണത് കാറ് കാറിന്റെ കുഴപ്പമാണ്. അതെ, റോഡിൽ പതിയിരിക്കുന്ന അപകടങ്ങളെക്കാൾ വലിയ അപകടമാണ് ദേ ഈ പോയ ആളുകൾ. ഇവരെയാണ് ആദ്യം നമ്മൾ സൂക്ഷിക്കേണ്ടത്.